ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയും രേവതിയും രേവതിയുടെ വീട്ടിലേക്കായിട്ട് ചെല്ലുകയാണ്. അതേ സമയത്ത് രേവതിയെയും സച്ചിയെയും നല്ല രീതിയിൽ സ്വീകരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോയ്ക്കരികിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നേരെ വന്ന് സച്ചിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ആ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ രേവതിക്ക് ഒരു അത്ഭുതം തന്നെയാണ് തോന്നുന്നത്. അതിനുശേഷമാണെങ്കിൽ രേവതിക്ക് നല്ല ഭയമുണ്ട്. ഇന്ന് വൈകിട്ട് കള്ളു കുടിച്ചു വരുമോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, ഇവരൊക്കെ അറിയോ കള്ളു കുടിക്കുന്ന കാര്യം, അങ്ങനെയുള്ള ഒരു ടെൻഷനിലൊക്കെയാണ് രേവതി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചി എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതെന്താ റാഗിങ് ആണോ, ഞാൻ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്, നീ എന്നെ കുറേ നേരമായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സച്ചി ചൂടാവുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രേവതിയുടെ അനിയൻ കോളേജിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ലെന്നൊക്കെ അവന് പറയുന്നുണ്ട്, അവൻ്റെ അമ്മയൊക്കെ പറയുകയാണ്. അതിനുശേഷം ആ ഒരു സംഭവം സച്ചി കാണുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അനിയനെ നീക്കി നിർത്തിയിട്ട് അനിയന് വേണ്ട പണമൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്യണം, നീ അതൊന്നും അടുത്ത കൊല്ലത്തേക്ക് നീക്കി വെക്കണ്ട എന്ന് പറഞ്ഞ് കയ്യിൽ കുറച്ച് പണം കൊടുക്കുകയാണ്. അതൊക്കെ രേവതി മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അപ്പം രേവതിയുടെ അനിയൻ വന്ന് പറയുകയാണ്, അതെ, ആളൊരു മഹാപാവമാണ്, ആള് അത്രയോ കുഴപ്പക്കാരനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് സത്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നേരത്തെ പ്രൊമോയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും സച്ചിയോട് രേവതിക്ക് അടുപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സച്ചിയുടെ സ്വഭാവം താൻ വിചാരിച്ച പോലെയൊന്നുമില്ല, ഒരു മഹാപാവമാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നന്മയുള്ളവനാണ് സച്ചി എന്നൊക്കെ രേവതി മനസ്സിലാക്കുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്